अद एकादशोऽध्यायः विश्वरूपदर्शनयोगः। अर्जुन उवाच मदनुग्रहाय परमं ഗുഹ്യമധ്യാത്മസംജ്ഞിതം. ഭഗവത്ഗീതയുടെ ചൈതന്യം ഏറ്റുവാങ്ങിയ ഒരു നാട് പുന്നാട് ഗീതാഗ്രാമം. ഈ മാറ്റം പേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ശാന്തിയുടെ മന്ത്രങ്ങൾ മാറ്റം വരുത്തിയ ഒരു നാടിനെ അടുത്തറിയാനുള്ള ഒരു ചെറിയ ശ്രമം. ആ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന് ഈ വിഷുപ്പുലരി. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ ദുഃഖേഷനുദിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ. ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളുടെ മാധുര്യം നുകർന്ന അതിൻ്റെ ആശയങ്ങളും അർത്ഥവ്യാപ്തിയും മനസ്സിലാക്കിയ അവിടുത്തുകാരിന്ന് ഗീതാഗ്രാമത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനീ അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. കുഞ്ഞുങ്ങൾ മുതൽ മുത്തച്ഛന്മാർ വരെയുള്ള തലമുറ ഗീതയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യകതയെന്ന് തിരിച്ചറിഞ്ഞ ഗീതാ ക്ലാസുകളിൽ നിറസാന്നിധ്യമായി മാറി. രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ മാറ്റത്തിന്റെ അലയൊലികൾ അടുത്തറിഞ്ഞിരുന്നു. ഇന്ന് ആ മാറ്റം പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ ആക്രമണങ്ങൾ തുടർക്കഥയായ പുന്നാടിലെ യുവതലമുറയ്ക്ക് ഗീതയുടെ മാധുര്യം പകർന്നു നൽകിയത് വഴി ഏറെ മാറ്റങ്ങളാണുണ്ടായത്. 2003 ഗീതാ സ്വാധ്യായ സമിതിക്ക് കീഴിൽ ചെലപ്പൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 30 കുട്ടികൾക്ക് ഭഗവത്ഗീതയുടെ അത്ഭുത വെളിച്ചം പകർന്നു നൽകിയതിലൂടെ പുന്നാടെന്ന ഗ്രാമം ഗീതാഗ്രാമമായി മാറുകയായിരുന്നു. ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായി നടക്കുന്ന ഗീതാ പഠന ക്ലാസ്സാണ് ഈ ക്ഷേത്രത്തെ ലോകശ്രദ്ധയെ ആകർഷിച്ചത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്ത് ആദ്യമായൊരു ഗീതാഗ്രാമം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടന്നത് തന്നെ നമ്മുടെ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ്. ഈ ഗ്രാമം അറിയപ്പെടുന്നത് പുന്നാട് ഗീതാഗ്രാമം എന്നാണ്. ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വളരെ നന്നായിട്ടറിയാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് ഗീത. മഹാഭാരതത്തിൻ്റെ മധ്യത്തിലുള്ള ഈ ഒരു ഗീത ലോകത്തുള്ള ഏതൊരു മനുഷ്യൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു അടിസ്ഥാന ശാസ്ത്രമായി വർത്തിക്കുകയാണ്. എല്ലാവർക്കും ഒരു ആശാകിരണമായി മാറിയിരിക്കുന്ന ഈ ഭഗവത്ഗീതയെ സമൂഹത്തിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചരണം നമ്മുടെ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഇവിടെ നടക്കുകയാണ്. 30 കുട്ടികളുമായി ആരംഭിച്ച ഗീതാ ക്ലാസ്സിലെ വിദ്യാർത്ഥികളിൽ നിന്ന് യുവാക്കളും മധ്യവയസ്കരും മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും ഒക്കെയുണ്ട്. പുന്നാട് ഗ്രാമത്തിലെ പല ക്ഷേത്രങ്ങളും ക്ലബ്ബുകളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഗീതാ പഠനം പകർന്നു നൽകുന്ന ഗുരുകുലങ്ങളായി മാറിക്കഴിഞ്ഞു. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം ആയ കർമ്മയോഗത്തിലെ 5-ാമത്തെ ശ്ലോകം. നഹി കശ്ചിൽ ക്ഷണമപി ജാതുതിഷ്ഠ്യകർമ്മകൾ
കാര്യതേ ഹ്യവശ കർമ്മ സർവ പ്രകൃതി ജൈർഗുണേയി. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും ഒരു ക്ഷണം പോലും ഒരുവനും കർമ്മം ചെയ്യാത്തവനായി ഇരിക്കുന്നില്ല. എന്തെന്നാൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങളാൽ അസ്വതന്ത്രന്മാരായിട്ട് എല്ലാവരും കർമ്മം ചെയ്യിക്കപ്പെടുന്നു. എല്ലാ അർത്ഥത്തിലും ഭഗവത്ഗീതയിലൂടെ സമഗ്രമാറ്റം ഉൾക്കൊണ്ട പുന്നാടിനെ 2011 ഗീതാഗ്രാമമായി പ്രഖ്യാപിച്ചു. ചെലപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങിൽ തത്വാനന്ദ സ്വാമികളാണ് പുന്നാടിനെ ഗീതാഗ്രാമമായി പ്രഖ്യാപിച്ചത്. പുന്നാട് ഗീതാഗ്രാമമായി മാറിയതിലൂടെ ഗ്രാമത്തിൻ്റെ പ്രശസ്തി ലോകമെങ്ങും എത്തിക്കഴിഞ്ഞു. ദേശത്തും വിദേശത്തുമുള്ള ആളുകൾ ഒരുപോലെ തങ്ങൾ കൈവരിച്ച നേട്ടത്തെപ്പറ്റി അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതായി ഇതിൻ്റെ അമരത്തുള്ളവർ പറയുന്നു. ഗീതാ പഠനം വഴി ഇത്ര വലിയ മാറ്റം ഒരു നാടിനുണ്ടാകുമെന്നും പുന്നാടിനെ ഗീതാഗ്രാമമാക്കി മാറ്റി ഇത്ര വലിയ വിജയം കൈവരിക്കാൻ കഴിയുമെന്നും ഗീതാ ക്ലാസ് ആദ്യമായി ആരംഭിക്കാൻ നേതൃത്വം നൽകിയ നാട്ടുകാരുടെ പ്രിയപ്പെട്ട അശ്വിനി മാഷ് ചിന്തിച്ചിട്ടുണ്ടാകില്ല. ആ കർമ്മധീരൻ തുടങ്ങിവെച്ച മാറ്റം ഇന്ന് പുന്നാടിനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും കാണാൻ ഗീതയുടെ മാധുര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പ്രിയപ്പെട്ട അശ്വിനി മാഷ് ഇല്ല എന്ന വിഷമമാണ് ഇവിടുത്തുകാർക്ക്. ഒരു 10-11 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ അശ്വിനികുമാർ 25 കുട്ടികളെ വെച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഒരു ഗീതാ സ്വാധ്യായ കേന്ദ്രം തുടങ്ങിയത്. ആ 25 കുട്ടികളുള്ള ക്ലാസ്സിൽ നിന്ന് ഇന്ന് 25 ക്ലാസ്സുകളുള്ള ഒരു ഗ്രാമമായി ഇതിനെ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 10-11 വർഷങ്ങൾക്ക് മുമ്പ് അശ്വിനി തുടങ്ങി വെച്ച ആ പ്രവർത്തനത്തിന് വലിയ ഒരു റിസൾട്ട് ഇന്ന് ഉണ്ടായി വരികയാണ്. ഗീതാഗ്രാമമായി പ്രഖ്യാപിച്ചതിനു ശേഷം കൂടുതൽ അറിയാനും തങ്ങളുടെ നാടിനെ അതുപോലെയാക്കി മാറ്റാനും നിരവധി പേർ താല്പര്യം പ്രകടിപ്പിച്ച് ഇവിടെ എത്തുന്നുണ്ട്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഗീതാഗ്രാമത്തിന്റെ പെരുമ വിദേശ രാജ്യങ്ങളിൽ അറിഞ്ഞതോടെ അവിടുന്നും അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണെന്ന് ഗീതാ സ്വാധ്യായ സമിതി മുഖ്യ സംയോജകൻ ശങ്കരൻ മാസ്റ്റർ പറയുന്നു. ഈ ചാനൽ നമ്മുടെ ഈ പദ്ധതിയെക്കുറിച്ച് സംപ്രേഷണം ചെയ്യുന്നതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും, യൂറോപ്പിലായാലും അമേരിക്കയിലായാലും അറബ് രാഷ്ട്രങ്ങളിലായാലും എല്ലായിടങ്ങളിലും നമ്മുടെ ഈ ഗീതാഗ്രാമത്തെക്കുറിച്ച് അറിയാം. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഈ ഗ്രാമത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഇവിടെ വരികയും ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ 1100ഓളം വീടുകളിൽ 400 രൂപ വില വരുന്ന ഭഗവത്ഗീത എല്ലാ വീടുകളിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ഇസ്കോൺ പോലുള്ള പ്രസ്ഥാനങ്ങൾ നമുക്ക് ചെയ്യണ്ടായി. ഇതെല്ലാം ഈ ചാനലിൻ്റെ പ്രവർത്തകർക്ക് ഇതിൽ വലിയ പങ്കുണ്ടെന്നുള്ളത് ഓർമ്മിക്കുക. ഗീതാഗ്രാമത്തിൻ്റെ കേന്ദ്രം ചെലപ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. പക്ഷേ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മാത്രമല്ല ഈ സ്വാധ്യായ സമിതിയിലുള്ളത്.
ഈ ഗ്രാമത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും കാവുകളും ക്ലബ്ബുകളും മറ്റ് കൂട്ടായ്മകളുമെല്ലാം നമ്മുടെ ഈ പ്രവർത്തനത്തിൽ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഗീതയിലൂടെ പുന്നാടിന്റെ മാറ്റം കണ്ട് മറ്റു ഗ്രാമവാസികളും ഈ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഗീതാഗ്രാമ പ്രഖ്യാപനത്തിനു ശേഷം 2011 ഡിസ്കോൺ എന്ന സ്ഥാപനം ഗ്രാമത്തിലെ 1200ഓളം വീടുകളിൽ ഭഗവത്ഗീത വിതരണം ചെയ്തതായും ശങ്കരൻ മാസ്റ്റർ പറയുന്നു. അഥ തൃതീയോധ്യായഃ കർമ്മയോഗഃ 31 ശ്ലോകഃ യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തെ തേപി കർമ്മഭിഃ യേ ത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം. മേ മതം